മരം കേളപ്പെടാ, നമുക്ക് അടുത്ത വർഷത്തേക്കുള്ള കോളത്തി കഴിഞ്ഞു. നമുക്ക് ദൈവമേ, എന്താ ഒഴുക്ക്? വേണ്ട, നമുക്കത് വേണ്ട. ഇനി ഇവനെ ഈ മുള്ളം കൊല്ലി കണ്ടുപോരുത്. ഇപ്പൊ പറഞ്ഞു വിട്ടേക്കണം. എടോ, നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടൊന്നും ചെയ്തതല്ല. ഏതായാലും നീ വലിയ സാഹസം കാണിക്കല്ലേ. കണ്ടു നിൽക്കുന്നവർക്ക് ഒരു ഹരായിക്കോട്ടെ എന്ന് വെച്ചിട്ടാ. അവനെന്തായാലും ഇന്ന് വൈകിട്ട് പോവാൻ നിൽക്കുക. നീന്താൻ അറിഞ്ഞൂടാത്തവനാണോ ഹരത്തിന് വെള്ളത്തി ഇറക്കുന്നത്? ആ, അതുകൂടി ഇരിക്കട്ടെ ഒരു ഹരത്തിന്. മിന്നടി മിന്നടി മിന്നാമിനുങ്ങേ മിന്നും നക്ഷത്ര പെണ്ണേ, മുങ്ങടി മുങ്ങടി പൊന്നിൽ മുങ്ങടി കൂരിരുൾക്കാട്ടിലെ കണ്ണേ. നിനക്ക് ഈ പാട്ടിൽ ആരോ കൈവശം തന്നിട്ടുണ്ട്. ഇതൊന്ന് കാടുകുലുക്കി നടന്നു വരുന്നു കരിമല പോരുരുവമ്പൻ. മുമ്പേ ചെന്നാൽ ചെമ്പുരിയെയും കൊമ്പിൽ കോർക്കും വമ്പൻ. പാപ്പി, അപ്പച്ചാ, വീടെത്തി. വീടെത്തിയോ? പിന്നെ ഞാൻ കുടിച്ച വിവരം നാരായണി അറിയില്ല. അവള് ചീത്ത പറഞ്ഞ നിന്റെ കാത് പൊട്ടു. ഇപ്പൊ കേളപ്പേണ്ട കാതുകളോ? എന്റെ കാതിലോട്ട് അത് കേറില്ല. കൊല്ലക്കുടിയിലെ ഒച്ച കൊല്ലന് കേക്കൂല.
പുഷ്പേ, ലീലേ, പ്രകാശ, നാരായണേട്ടത്തിയേ. എല്ലാവരുടെ പേര് വിളിച്ച. ഞാൻ നിനക്കൊരു വാഴക്കൊല കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ, എന്താ ഒരു മണം. നീ കുടിച്ചിട്ടുണ്ടാ? നീ തേങ്ങുണ്ടല്ല. ദാ, മീൻകല്ലുണ്ട്. ലീല എവിടെ? ലീലേ, എന്തിനാ ഇപ്പൊ കീല? ഇത് അവക്ക് കൊടുക്കാനാ. ഒരു ആട്ടിൻകുട്ടി, കുഞ്ഞു കുട്ടിയാ. ലീലേ, ഓ ഇങ്ങോട്ട് തന്നാ മതി, ഞാൻ കൊടുത്തോളാം. പിടിപ്പത് പണിയുണ്ട് ഞാൻ അടുക്കളയിൽ. അങ്ങോട്ട് പോവാം. ഇത് ഞാൻ അവളുടെ കൊടുക്കൂ. ശല്യം. എടി ലീലേ, ദേ അവിടെ നിന്നാ മതി, അവളിങ്ങോട്ട് വന്നോളൂ. അല്ല, മീൻകറി നല്ല മുളകിട്ട് വെക്കണ നാരായണേട്ടത്തി. ഞാനിന്ന് ഉണ്ടിട്ടേ പോവൂ. നീ ഉണ്ടിട്ട് പോയാ മതി കേട്ടോ. മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ല. ആട്ടിൻകുട്ടി, ഇതിന്റെ കഴുത്തിലൊരു മണി കെട്ടണം. ഓയി കളിക്കുമ്പോ നിം 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 ദൂരെ കേക്കണം. കെട്ടിക്കൊടുക്കുവോ? എന്നാ കൊണ്ടുപോയി കൂട്ടിലാക്കിട്ട് വാ. ഞാൻ കൂടെ വരണോ? ആ. ഈ കേളപ്പേണ്ടതോട് കേളപ്പേട്ടിനെ തന്നെ ഞാനും അന്വേഷിക്കണേ. മീൻ ഞാൻ മുറിക്കണോ അമ്മേ? വേണ്ട, നീ ആ കൂട്ടാൻ വറവിട്, ഇത് ഞാൻ നോക്കിക്കോളാം. നാരായണേട്ടത്തി, ഇന്ന് ചോറിന്റെ പോണുള്ളൂ. ഈ കൂട്ടാൻ ഇത്തിരി വിഷം കലക്കി കൊടുത്താലോ ചേച്ചി? ഒന്ന് പതുക്കെ പറ, സാധനത്തിന് ഭയങ്കര കാല. പ്രകാശ, എന്നെ വിളിക്കുന്നിട്ട് പോണോ? ഉണ്ടായിരുന്നു പഠിക്കടാ. നാരായണ, മീൻ ചീത്തായിട്ടില്ല നാരായണേട്ടത്തി. ചൂണ്ടായിടുന്ന ചെറുക്കന്മാരെ മേടിച്ച. അതെ, ഈ ലീലയുടെ കല്യാണക്കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും എന്താ ചൂടില്ലാത്ത? ഞാൻ ആ തെല്ലാള് ഗോവിന്ദനോട് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്, പറ്റിയ വല്ല ബന്ധം ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ. ഇക്കുറി കർക്കിട ആഴ്ച കലക്കുക. ഇന്ന് അസലൊരു ഈട്ടി തടിയാ വന്ന് ചാടിയത്. ഈ കാശ് എത്ര അതെ, 12ാമത്തെ വയസ്സിൽ ഞാൻ പനിച്ച് വിറച്ച് കിടന്നപ്പോ എന്റെ നെറ്റിയിൽ ഉപ്പ് തോണി നനച്ചിട്ട് രാവോട് രാവ് പുഴ കടന്നു പോയി വൈദ്യനെ കൂട്ടിക്കൊണ്ടുവന്ന ആളാ കേളപ്പേട്ടൻ. ഈ വാതിലടച്ചാലൊന്നും ആ നന്ദി സ്നേഹവും മറന്ന് വേലായുധന് ഇവിടുന്ന് പോവില്ല. പോയിക്കോണ്ട് അവിടുന്ന്. അടുപ്പത്ത് നല്ല തളച്ച വെള്ളം ഇരിക്കണത് എടുത്ത് ഞാൻ മുഖത്തേക്ക് ഒഴിക്കും. ഈ ചീത്തയും ബഹളം ഉണ്ടെന്നേ ഉള്ളൂ, ഉള്ളിൽ എന്നോട് സ്നേഹം എനിക്കറിയാം. അതെ, മീൻ കൂട്ടാൻ വേഗം വയ്ക്ക്, തിന്നിട്ട് പോണം. കേളപ്പേട്ടാ, നീ ഉണ്ടിട്ട് പോയാ മതി കേട്ടോ. ഒരു കണക്കിന് ഇയ്യാ ഭാഗ്യവാൻ. ആരോടും കണക്ക് പറയണ്ടല്ലോ. മഴ പെയ്താ 3 ദിവസത്തെ മെനക്കെട്. ഒരു തടി കിട്ടിയാ മതിയല്ലോ. ആ കൊല്ലത്തേക്ക് ഉസാറാക്കാനുള്ള പൈസയായി. ബാക്കി 362 ദിവസവും കള്ളും കുടിച്ച് രാജഭരണം. നസീബന്നെ. ഒലിപ്പിന് വരുന്ന മരം ആർക്ക് വേണേലും പിടിക്കാം. അടുത്ത മഴയ്ക്ക് ഹാജിയാരും കൈ നോക്ക്. ആചാര്യക്ക് പനിക്കും. ആ മഴയാവട്ടെ, നോക്കാം. റഹീമേ, ഈ വേലായുധന്റെ മരമൊന്നുമില്ലേടോ? അതിനല്ലേ അളക്കണ ടേപ്പ് തരണേ. നിങ്ങളത് എവിടെ കൊണ്ടുവച്ചത്? റഹീം ഇപ്പോഴും തപ്പി കളിക്കാ. മോനെ പോയിട്ട് വേറെ ജോലിയുണ്ട്. അതെ, 10-35,000 റുപ്യന്റെ മരമുണ്ട്. തൽക്കാലം ഒരു 500 ഇതാ. എന്നാ പിന്നെ ഒരു 1000 ആയിക്കോട്ടെ. വേണ്ട കേളപ്പേട്ട, കൈ വെച്ച വെറുതെ ചെലവായി പോകും. അത് നിന്റെ കയ്യിൽ വെച്ചാലല്ല, എന്റെ കയ്യിൽ ഇരുന്നോട്ടെ. 1000 ആയിക്കോട്ടെ, 1000. ഇത് വേറൊരു കാര്യത്തിനാ, പിന്നെ പറഞ്ഞുതരാട്ടാ. ഹാജിയാരെ, ബാക്കിയുള്ള പൈസ ഇക്കുറി മൊത്തമായിട്ട് വേണം. അത് ശരി. കായ് ഒന്നിച്ച് തരണ്ടല്ലോ എന്നുള്ളതാണ് എന്റെ കച്ചവടം കൊണ്ട് ഞമ്മക്കൊരു ഗുണമുള്ളത്. ഇപ്പൊ എന്തേ? ഇനി വലിയ താമസം ഇല്ലാതെ ലീലയുടെ കല്യാണം നടത്തണം, കേളപ്പേന്റെ മോളുടെ. തിടുക്കത്തിന് 100-200 ചോദിച്ചാ കണാ പറയുന്ന നിങ്ങളെ ഒരു ആവശ്യത്തിന് നമ്പിക്കൂടാ. അതുകൊണ്ടാ. അല്ലടാ, തൽക്കാലം 500 മതിയായിരുന്നു അല്ലേ? അതല്ലേ ഞാൻ നേരത്തെ നല്ല മലയാളത്തിൽ പറഞ്ഞത്. ഇനി പോട്ട് വാ. ഇവന്റെ മൂത്തത് 2 പെണ്ണ. ഒരുപാട് പൊന്നും പണവും കൊടുത്തിട്ടാ ഞാൻ അതുങ്ങളെ കെട്ടിച്ചു വിട്ടത്. കാണാൻ മോശമായിട്ടൊന്നും അല്ല. ആണോ ഗോയിന? അത് രണ്ടും നല്ല ഫിഗർ അല്ലേ? ആ, കുട്ടിയെ എനിക്ക് ഇഷ്ടായി. ഇനി മറ്റു കാര്യങ്ങളൊക്കെ വളച്ചു കെട്ടില്ലാതെ പറയാലോ. എന്താ ഗോയിന? അതെ, അത് ഗോയിന പറഞ്ഞതുകൊണ്ട് വന്നേ ഉള്ളൂ. ഇതുപോലൊരു കാട്ടുമുക്കിന്ന് എന്റെ മോനെ കെട്ടിക്കാൻ അങ്ങനെ വലിയൊരു താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല. ഉള്ളത് പറയാലോ. അപ്പൊ നിങ്ങൾക്ക് എന്ത് തരാൻ പറ്റും? അതിപ്പോ അങ്ങനെ കാര്യമായിട്ടൊന്നും ഞാൻ കരുതിയിട്ടില്ല. മൂത്തോളെ കെട്ടിച്ചതിന്റെ ക്ഷീണം അങ്ങോട്ട് മാറി വരുന്നേ ഉള്ളൂ. ആ ബന്ധം അങ്ങോട്ട് നേരെ ആയൂല്ല. എന്നാലും കെട്ടുപ്രായത്തിൽ ഒരു പെണ്ണ് നിൽക്കുമ്പോ എന്തെങ്കിലും ഒരു വഴി കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ തെങ്ങും പറമ്പ് എത്ര വരും ഗോവിന്ദ? അത് 1.5 ഏക്കറെങ്കിലും ഉണ്ടാവും ഇല്ലേ കേളപ്പേട്ട? അതെ ഗോവിന്ദ, പറമ്പളക്കാനൊന്നും നിൽക്കണ്ട. ഞങ്ങൾ കുറച്ച് കാശ് എഴുതിയിട്ടുണ്ട്. അത് പൊന്നായിട്ട് ഇവളുടെ കയ്യിലും കഴുത്തിലും ഇട്ടങ്ങ് തരും. അതിപ്പോ അത്ര എന്നൊന്നുമില്ല. അക്കരയ്ക്ക് കെട്ടിക്കാൻ ഞങ്ങൾക്കും വലിയ താല്പര്യമൊന്നുമില്ല, അല്ലേ കേളപ്പേട്ട? അതല്ല വേല ഇതട്ടാ, ചെറുക്കൻ ഗൾഫാണ്. എന്ത് ഗൾഫ്? 10-20 കൊല്ലം തേനെ മുത്തേന്ന് പോറ്റി വലുതാക്കിയ കുട്ടി അങ്ങോട്ട് തരുമ്പോ ന്യായമായിട്ടും കാശ് ഇങ്ങോട്ടാ തരണ്ട്. അത് പോട്ടെ, 2 പെൺകുട്ടികൾ ഉണ്ടായപ്പോന്റെ പേരില് നാളെ കേളപ്പേനെ റോഡിലിറങ്ങി തെണ്ടാനൊന്നും പറ്റൂല. ഇവൻ ഏതാ? ഇത് വേലായുധൻ. കല്യാണ പെണ്ണിന്റെ ആരായിട്ട് വരും? അത്
പെണ്ണിന്റെ ആരുമല്ല. ഈ കുടുംബത്തോട് സ്നേഹവും ഉത്തരവാദിത്വം ഉള്ള ഒരാളായിട്ട് വരുമെന്ന് കൂട്ടിക്കോ. എന്താ പറ്റില്ലേ? മൂപ്പര സ്നേഹ ഉത്തരവാദിത്വം മുള്ളംകൊല്ലിയിൽ ഫേമസാ, എല്ലാവർക്കും അറിയാം. അതെ നാരായണത്തെ, ഇത് ശരിയാവില്ല. നമുക്ക് വേറെ ആളെ നോക്കാം. കേളപ്പെട്ട നമ്മുടെ കുട്ടിയെ ഇവർക്ക് കൊടുക്കുന്നില്ല. അവരോട് പോകാൻ പറ. ഇതാണോടോ സ്നേഹ ഉത്തരവാദിത്വം? ഇതകത്തോണ്ട് വയ്ക്കേ. ഇതെന്താ വിളിച്ചു വരുത്തി ഓ, അപമാനിക്കുക? അപ്പൊ നീ മിണ്ടോ? ഗോവിന്ദാ, ഇവനെ വിളിച്ചോണ്ട് പോടാ. പോകാം. എന്താണോ കളിയാക്ക? നിങ്ങൾ വരീന്ന് ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. അതാ അമ്മാമാരെ നടക്കി സൂണ പോന്നോ 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 പോന്നോ. പൂനത്ര പങ്കജാക്ഷമേ നിനക്കൊന്ന് ശരിക്കും മനസ്സിലാവാഞ്ഞിട്ടാ. ഗൗളിബാൽ പോലത്തെ ഒരു പെണ്ണുണ്ട്, ഒന്നോട്ട് കൊടുക്കാനും വേണ്ട.